ഇപ്പോൾ കത്രിക കുടുങ്ങി. ഇപ്പോൾ കത്രിക മന്ത്രിയല്ല കൊണ്ടുവച്ചതെന്ന് ഈ പറയുന്ന മന്ത്രിയെ വിമർശിക്കുന്ന എല്ലാ 100% ആളുകൾക്ക് പറയാം ഇത് മന്ത്രിയല്ല അതവിടെ കൊണ്ടുവയ്ക്കുന്നതെന്ന് അവർക്കറിയാം, അതൊരു ഡോക്ടറാണ് വെക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന റെസ്പോൺസിലാണ് പ്രശ്നം. അവിടെയാണ് ഡോക്ടറെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ജനങ്ങളെ തന്നെ ഇതെന്തോ ആ സർജറിക്ക് പോയ സ്ത്രീയാണ് ഇതിലെ കുറ്റക്കാരി എന്നുള്ള നിലയ്ക്ക് സംസാരിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങളെ പുച്ഛിക്കുന്നതായിട്ട് ജനങ്ങൾക്ക് തോന്നും. അതിനാണ് ജനങ്ങൾ മറുപടി കൊടുക്കുന്നത്. അതാണ് ചില ആളുകൾക്കെതിരെ, കേരളത്തിലെ മന്ത്രിമാർക്കെതിരായ വികാരമുണ്ടാക്കിയത്. ആ വികാരം ആറന്മുളയിൽ അതിശക്തവുമായിരുന്നു. അങ്ങനെയാണ് താങ്കൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സഭയോ സമുദായത്തിനോ ഒക്കെ അപ്പുറമായിട്ട് വളരെ കൃത്യമായി ജനങ്ങളെല്ലാവരും കൂടെ വോട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സമുദായത്തിനും മറ്റ് ഇതൊക്കെ അപ്പുറമായിട്ട് എല്ലാ പഞ്ചായത്തിലും നമ്മൾ ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു സമുദായം മാത്രമല്ലല്ലോ നമുക്ക് വോട്ട് ചെയ്യുന്നത്, എല്ലാ സമുദായവും വോട്ട് ചെയ്യുന്നുണ്ട്. 2, ഈ സ്ത്രീകളാണ് കൂടുതൽ വോട്ട് ചെയ്തത്. സ്ത്രീകൾ വോട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? വിലക്കയറ്റം. അത് സമുദായ അടിസ്ഥാനത്തിലല്ലല്ലോ നമ്മളെ ബാധിക്കുന്നത്. അത് അടുക്കളയിൽ ബാധിക്കുമ്പോൾ സമുദായവും ഇല്ല, മതവും ഇല്ല, ജാതിയില്ല, അത് ബാധിക്കുന്നത് സ്ത്രീകളാണ്. ആ സ്ത്രീകളെല്ലാവരും വന്ന് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അപ്പോൾ ഈ വോട്ടിംഗ് ഒക്കെ നടക്കുമ്പോഴും ഞാൻ പറയുന്നു, ഞങ്ങൾക്ക് ഇത്ര വലിയ ഭൂരിപക്ഷം ലഭിക്കുമ്പോഴും ഞാൻ പറയുന്നു, ഇത് നൽകുന്ന സന്തോഷത്തിനും അപ്പുറമായിട്ട് വലിയ ഉത്തരവാദിത്തമാണ്. കാരണം ഒരു മാറ്റം ആഗ്രഹിച്ചാണ് അവർ വോട്ട് ചെയ്തത്. എന്തിനാണ് ആ മാറ്റം ആഗ്രഹിച്ചത്? ഇപ്പോൾ അബിൻ വർക്കിയെ MLA ആക്കാനോ ഐക്യജനാധിപത്യ മുന്നണിയെ സർക്കാരുണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ തവണത്തിൽ നിന്ന് ഒരു മാറ്റം വേണം. അപ്പോൾ എന്താണ് ആ മാറ്റം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 100% പൂർണ്ണമായ അർത്ഥത്തിൽ അവരുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കും. ഇല്ലെങ്കിൽ വീണ്ടും ജനങ്ങൾക്ക് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ഇന്ന് തന്നെ ഞങ്ങൾക്കൊക്കെ